നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഇപ്പോഴും പാർട്ടിക്ക് പുറത്താണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അംഗത്വം നൽകുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. അതിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നു. എം വി ഗോവിന്ദൻ, അതായത് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അത് സംസ്ഥാന നേതൃത്വം പരിശോധിച്ച ശേഷം അംഗത്വം നൽകുമെന്നാണ്. എന്തായാലും ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് ബിനീഷിന് വീണ്ടും അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നതിനിടയിൽ പറയാതെ ചില കാര്യങ്ങൾ പറയുകയാണ് ബിനീഷ് കോടിയേരി. ഒരു മറുപടി എന്നോണമെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിലെ വാക്കുകളൊക്കെ പ്രസക്തമാണ്. അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവിർഭാവം, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. പക്ഷെ അതിലെ വാക്കുകൾ വരികളിലൂടെ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അത് പാർട്ടിക്കുള്ള മറുപടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും എന്താണ് ബിനീഷ് കോടിയേരി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് നോക്കാം. കോക്രോച്ച് ജനതാ പാർട്ടി, ഈ പേര് ആദ്യം കേൾക്കുമ്പോൾ ഒരു തമാശയോ ട്രോളോ പോലെ തോന്നാം. പക്ഷേ കുറച്ച് സമയം കേട്ടു നിന്നാൽ മനസ്സിലാകും ഇതൊരു പേരിനേക്കാൾ വലിയൊരു പ്രതിഷേധമാണ്. അവഗണിക്കപ്പെട്ടവരുടെ ശബ്ദം, പരിഹസിക്കപ്പെട്ട യുവത്വത്തിന്റെ കോപം, മതവും വെറുപ്പും കൊണ്ട് മടുത്തുപോയ ഒരു തലമുറയുടെ ചോദ്യം. ഇന്നത്തെ ഇന്ത്യയിൽ ജോലി ചോദിച്ചാൽ പരിഹാസം കിട്ടുന്നു, ചോദ്യം ചോദിച്ചാൽ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെടുന്നു. രാഷ്ട്രീയ മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുമ്പോൾ ഒരു വിഭാഗം യുവാക്കൾ തുറന്നു പറയുന്നു ഞങ്ങൾക്ക് വേറൊരു രാഷ്ട്രീയം വേണമെന്ന്. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ ശ്രദ്ധിക്കപ്പെടുന്നത്. റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അധികാര പദവികൾ നൽകരുത്, സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം വേണം, മാധ്യമങ്ങൾ അധികാരത്തിന്റെ വക്താക്കളാകരുത്, അധികാര സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറുന്ന രാഷ്ട്രീയ വ്യാപാരികൾക്ക് 20 വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ അവസരം നൽകരുത്. ഇവ സാധാരണ ആവശ്യങ്ങൾ മാത്രമല്ല, ഇതൊരു തലമുറയുടെ രാഷ്ട്രീയ ബോധമാണ്. യുവാക്കൾക്ക് രാഷ്ട്രീയമില്ല എന്ന് വർഷങ്ങളായി പറഞ്ഞ സമൂഹത്തോട് ഇന്നത്തെ ജെൻഇസെഡ് മറുപടി പറയുകയാണ്. അവർക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത് വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല, മതം നോക്കി മനുഷ്യരെ അളക്കുന്ന രാഷ്ട്രീയമല്ല, തുല്യതയും സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യാനുള്ള അവകാശവും അടിസ്ഥാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഓരോ മിനിറ്റുകൾക്കകത്തും ഇതിൽ വന്നു ചേരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കണക്കാക്കാൻ പറ്റാത്ത, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമായി ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പറ്റിയിട്ടുണ്ട്. ജെൻസികൾക്ക് എന്തുമാത്രമാണ് രാഷ്ട്രീയമുള്ളതെന്നും അവർ എത്രമാത്രം കൃത്യതയോടെയാണ് ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയത്തെ കാണുന്നത് എന്നുള്ളതുമായി ഈ കൂട്ടായ്മ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദങ്ങളെ പലർക്കും ഭയമാണ്. ഈ കൂട്ടായ്മ അടിച്ചമർത്താൻ ഇന്ന് ഭരണകൂടം ശ്രമിക്കുന്നത് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെല്ലാം തന്നെ ബാൻ ചെയ്യുകയും അത്തരത്തിലേക്കുള്ള തടസ്സങ്ങളും ചെയ്യുകയാണ് ഭരണകൂടം. അവരില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലേക്ക് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഓരോ തവണയും ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുമെന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ നടത്തിയത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അടയ്ക്കാം, ശബ്ദങ്ങളെ തടയാം, പക്ഷേ ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. കോക്രോച്ച് പോലെ എത്ര തവണ ചവിട്ടിയാലും വീണ്ടും എഴുന്നേൽക്കുന്ന ജീവൻ പോലെ, അണുബോംബ് വർഷിച്ചാലും ജീവൻ പോകാത്ത കോക്രോച്ച് ഈ തലമുറയിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ്. കൂടുതൽ ശക്തിയോടെ, കൂടുതൽ വ്യക്തതയോടെ സമൂഹത്തിൽ മാറ്റം വരേണ്ട സമയമാണിത്. ചോദ്യം ചെയ്യുന്ന യുവത്വം ഒരു ഭീഷണിയല്ല, ഒരു പ്രതീക്ഷയാണ്. രാജ്യത്തെ സ്നേഹിക്കുന്നവർ എല്ലായ്പ്പോഴും അധികാരത്തെ കൈയടിക്കണമെന്നില്ല. ചിലപ്പോൾ അവർ ചോദ്യം ചെയ്യും, എതിർക്കും, മാറ്റം ആവശ്യപ്പെടും. അതാണ് ജനാധിപത്യത്തിന് യഥാർത്ഥ സൗന്ദര്യം. അധികാരത്തിലുള്ളവർക്ക് എന്തും ചെയ്യാം, നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രമേ ഇതിലെല്ലാം നടക്കുകയുള്ളൂ എന്ന ധാർഷ്ട്യത്തിന് മുന്നിൽ കീഴടങ്ങില്ല. ആം ഓൾസോ എ കോക്രോച്ച് എന്നത് ഒരു വാചകമല്ല, നിശബ്ദരാകാൻ വിസമ്മതിക്കുന്ന ഒരു തലമുറയുടെ പ്രഖ്യാപനമാണ് എന്ന് പറഞ്ഞാണ് ബിനീഷ് കോടിയേരി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അതിലെ ചില വാക്കുകൾ, വരികളൊക്കെ ചില നേതാക്കൾക്കുള്ള മറുപടിയാണോ എന്ന് ചോദിച്ചു പോവുകയാണ്. അതായത് ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എത്രത്തിലേക്ക് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഓരോ തവണയും ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുമെന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണ് എന്ന് ബിനീഷ് കോടിയേരി പറയുന്നുണ്ട്. എന്തായാലും വാക്കുകൾക്കിടയിലൂടെ വായിച്ചാൽ മറ്റ് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഫേസ്ബുക്ക് പോസ്റ്റിനെ നിർണ്ണയിക്കാവുന്നതാണ്. അതേസമയം ബിനീഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ MLA നിർണായകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കാൻ തയ്യാറാകാതെ പടിക്ക് പുറത്ത് തന്നെ നിർത്തി CPM എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാവുകയാണ്. എന്തുകൊണ്ട് ബിനീഷിന്റെ അംഗത്വം പുതുക്കുന്നില്ല? ഈ ചോദ്യത്തിന് അത് അവിടെയുള്ള പ്രാദേശിക കാര്യമാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുമ്പായി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം നൽകാത്തത്? പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് ബിനീഷ് കോടിയേരി. അത്തരത്തിൽ ഒരു സഖാവിന്റെ മകനെ എന്തിന് പാർട്ടി ഇത്രയധികം അകറ്റി നിർത്തുന്നു എന്ന ചോദ്യം ശക്തമാവുകയാണ്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ.
രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും മുൻ SFI നേതാവുമായ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന ശ്രീ MV ഗോവിന്ദന്റെ തീരുമാനം ഏറെ കൗതുകത്തോടെയാണ് വായിച്ചത്. പിണറായി വിജയൻ ലക്ഷണമൊത്ത ഒരു ഏകഛത്രാധിപതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ രാഷ്ട്രീയ ഫാഷിസം ആദ്യം പരീക്ഷിച്ചത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലല്ല, അതിനു മുൻപ് സ്വന്തം പാർട്ടിയിലാണ്. വിജയനോളം വരുന്ന നാളെ ഒരു വെല്ലുവിളിയാകാവുന്ന മുഴുവൻ നേതാക്കളുടെയും തലകൾ കൊയ്തിട്ടാണ് അദ്ദേഹം ഈ പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തോറ്റു തുന്നം പാടിയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനെ കുറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാൻ ഒരാൾക്കും ആ പാർട്ടിയിൽ ധൈര്യമില്ലാതെ പോകുന്നത്. പിണറായി വിജയന്റെ ഈ ഫാസിസ്റ്റ് കത്തിക്കിരയായ നിരവധി നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിലും പുറത്തുമായി CPM-ലുണ്ട്. അതിൽ ആരോടെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയ മാമുദിയോ താല്പര്യമോ ഇല്ലാത്തതുകൊണ്ട് ആരുടെയും പേരിലേക്ക് കടക്കുന്നില്ല. ആ പേരുകളിലെ ഏറ്റവും പ്രമുഖനാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. CPM-ന്റെ അണികൾക്ക് ഏറെ ആവേശം നൽകിയ നേതാവിന്റെ അപ്രതീക്ഷിതവും അകാലത്തിലുള്ളതുമായ മരണം വളരെ ഞെട്ടലോടെയാണ് ആ പാർട്ടിയും പൊതുസമൂഹവും നോക്കിക്കണ്ടത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്ര CPM-ന്റെ അണികൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വിലാപയാത്ര കോടിയേരി ബാലകൃഷ്ണന് കൊടുക്കേണ്ടതില്ല, മരിച്ചിട്ട് പോലും ആ ഖ്യാതി കൊടുക്കേണ്ട എന്ന രാഷ്ട്രീയ തീരുമാനം വന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. വളരെ തിടുക്കത്തിൽ അപകടമരണം സംഭവിക്കുന്ന ആളുകളെ പെട്ടെന്ന് അടക്കം ചെയ്യുന്നത് പോലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് വിലാപയാത്ര പോലും ഇല്ലാതെ അവസാന യാത്ര അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ഉറ്റ സുഹൃത്തെന്ന് നമ്മൾ കരുതിയിരുന്ന പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് ടൂർ പോകുന്നതാണ്. ചിതയിൽ നിന്നുള്ള തീ കെടുന്നതിന് മുൻപ് കണ്ട കാഴ്ച ഒരു കനലായി പല CPM അണികളുടെ മനസ്സിൽ കെടുക്കുന്നത് കൊണ്ടാണ് തളിപ്പറമ്പും പയ്യന്നൂരും പോലുള്ള പാർട്ടി കോട്ടകളിൽ ഇത്തവണ വിള്ളൽ വീണതെന്ന് ഉറപ്പാണ്. ഇപ്പോഴിതാ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന് പറയുന്നു. കേസുള്ളതിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തതെന്ന് CPM പോലൊരു പാർട്ടിയെപ്പറ്റി നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരാളെ കൊന്നതിന് ശേഷം കലാപത്തിന് തിരികൊളുത്തിയ കാരായി രാജനെ ഈ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച പാർട്ടിക്ക് കേസൊന്നും ഒരു വിഷയമാണെന്ന് വിചാരിക്കുന്നില്ല. ബിനീഷ് കോടിയേരി നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളോട് ഒരു തരത്തിൽ യോജിപ്പില്ല. പക്ഷേ ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുതുക്കി നൽകാത്തത് കേസ് കൊണ്ടല്ല, പേരിന് പിന്നിലെ കോടിയേരി കൊണ്ടാണ്. ഇതേ കൊള്ളരുതായ്മകൾ വിജയന്റെ മകൻ കാണിച്ചാൽ മാസപ്പടി ഉറപ്പ്. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കി നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് ഭാര്യയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം. ജനവും പാർട്ടിക്കാരും തോൽപ്പിച്ചിട്ടും തിരുത്തൽ വരുത്താൻ തയ്യാറാകാതിരിക്കാം. വിജയന്റെയും വിജയൻ സേനയുടെയും കുടുംബാധിപത്യം തുടരട്ടെ, ബിനീഷ് കോടിയേരി പുറത്തു നിൽക്കട്ടെ എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അത് അവിടെയുള്ള പ്രാദേശിക കാര്യമാണ് എന്ന ഒരു പ്രതികരണം നടത്തിയത്. ബിനീഷിന്റെ അപേക്ഷ പരിഗണിക്കണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 4 തവണ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അത് മുഖവിലേക്ക് എടുക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഈ വിഷയത്തിൽ വിമർശനമുയർന്നു.